ഡോക്ടർ, ഈ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് സർജറിയിൽ വലിയ റിസ്കുകൾ എടുക്കേണ്ടി വരാറുണ്ടോ? ഈ ക്യാൻസറിന്റെ സർജറി കൂടുതലും വലിയ സർജറികളാണ്, അപ്പോൾ എന്തായാലും റിസ്ക് ഉണ്ടാവും. അതല്ലാണ്ട് ഈ ട്രീറ്റ്മെന്റ് ഡിസിഷൻ മേക്കിലും ചിലപ്പോൾ നമുക്ക് റിസ്ക് എടുക്കേണ്ടി വരും. ഒരു ഒമാൻ എന്നുള്ള പേഷ്യൻ്റാണ്, അപ്പോൾ ആളൊരു 85 വയസ്സുണ്ട്. അപ്പം അവർ റെക്റ്റായിട്ട് മലാശയത്തിന്റെ സർജറി ആയിട്ട് ഒമാനിൽ സർജറി ചെയ്തു. ഒമാനിൽ സർജറി ചെയ്യുമ്പോൾ നമ്മൾ ഈ രക്തത്തിന് അസുഖമുള്ള ഭാഗം എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഭാഗം ജോയിന്റ് ആക്കി വെക്കും. അപ്പോൾ ആ ജോയിന്റ് ഉണങ്ങുന്നത് വരെ നമുക്ക് അത് കൂടെ വയറ്റിന്ന് പോകാൻ പാടില്ല, മലം പോകാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൈപ്പാസ് പോലെ അതിന് മുമ്പ് ഒരു കൊളോസ്റ്റമി ചെയ്യും. ഒരു ബാഗ് വെച്ച് അതിലേക്കാണ് മലം പോകുക. അതായത് ഈ ഉണങ്ങുന്നത് വരെ ഇതുവഴി മലം പോവില്ല. അപ്പോൾ അതാണ് അതിന്റെ അപ്പൊ അങ്ങനെ ഒരു ബാഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാഗ് ഉള്ളിലാക്കിയിട്ട് അത് നോർമൽ ആക്കണം. അതിന് വേണ്ടിയാണ്. അപ്പോൾ അവർ ഒമാനിൽ പല ഹോസ്പിറ്റലിലും പോയി. അവിടെ എവിടെയും ആരും ആ സർജറി ചെയ്തു കൊടുക്കുന്നില്ല. കാരണം വെച്ചാൽ ഇയാൾക്ക് 85 ഇയേഴ്സ് ആണ്, കുറെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഓപ്പറേഷൻ ഈ തിരിച്ചത് ഉള്ളിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം വരാനുണ്ട്. അതായത് ഈ ലോ ആന്റി റെക്ടൽ സിൻഡ്രോം എന്നാ പറയാം. ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകൾക്ക് ഇടയ്ക്കിടെ വയറ്റിന്ന് പോകാൻ തോന്നും, അതേപോലെ വയറ്റിന്ന് അറിയാണ്ട് പോകാൻ തോന്നും, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ ഈ 85 ഇയേഴ്സ് ഉള്ള ഒരാൾ 20 തവണയൊക്കെ ചിലപ്പം ടോയ്ലറ്റ് പോകേണ്ടി വന്നേക്കാം. അയാൾ ടോയ്ലറ്റിൽ തന്നെ ആയിരിക്കും. ഒരു ആളുടെ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് വെച്ചിട്ട് ആൾക്ക് അങ്ങനെ ഇടയ്ക്കിടെ ടോയ്ലറ്റിൽ നിന്ന് പോകാനൊന്നും പറ്റില്ല. അയാൾ ജസ്റ്റ് നടക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പം അയാളെ അങ്ങനെ പല സ്ഥലത്തും പോയി ലാസ്റ്റ് ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യം ആരും ചെയ്തിരുന്നില്ല, പക്ഷെ എനിക്ക് അത് ചെയ്തേ പറ്റുള്ളൂ. ആൾ മെയിനായിട്ടാണ് ആൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ. എനിക്ക് പറ്റും, അത് വരാം. അപ്പോൾ ആൾ ഒരുപാട് ഞാൻ കൗൺസിൽ ചെയ്തു, അത് വേണ്ട, ഈ പ്രായത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മൾ ചിലപ്പോൾ വീണ്ടും ഈ ഓപ്പറേഷൻ ശരിയായി നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടെ ടോയ്ലറ്റിൽ പോകുന്ന പ്രശ്നം വന്നാൽ തിരിച്ച് വീണ്ടും ബാഗ് ഇതുപോലെ പുറത്തേക്ക് വെക്കേണ്ടി വരും. അത് വേണ്ടാന്നൊക്കെ പറഞ്ഞു, ഒരു രക്ഷയില്ല. അപ്പം ഞാൻ ബാക്കി നമുക്ക് ഫിറ്റ്നസ് നോക്കാന്നുള്ള രീതിയിൽ ബാക്കി എല്ലാ ടെസ്റ്റൊക്കെ ചെയ്തു. ആള് ഫിറ്റ്നസ് ഒക്കെ ഓക്കെയാണ്, ഈ ഓപ്പറേഷൻ ചെയ്യാനൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാലുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഇതൊരു റിസ്ക് ആണ്, ആ റിസ്ക് ഞാൻ എടുക്കാം, പക്ഷേ നിങ്ങളൊരു റിസ്ക് എടുക്കണം. അഥവാ ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ശരിയായിട്ടില്ലെങ്കിൽ ഇങ്ങനെ ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥയ്ക്ക് വന്നേക്കാം. അവരെ സംബന്ധിച്ച് അവർക്ക് അത് ചെയ്തേ പറ്റുള്ളൂ, എന്ത് വന്നാലും കുഴപ്പമില്ല. ലാസ്റ്റ് ഒരു ബാഗ് ഉള്ളിലാക്കി, ആൾ ഉള്ളിലാക്കി തിരിച്ചു പോയി, ഒമാനിലേക്ക് പോയി. ആളൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആള് മെസ്സേജ് അയച്ചു, ഒരു കുഴപ്പമില്ല സാറേ, പഴയതുപോലെ 2 തവണ ടോയ്ലറ്റിൽ പോകുന്നു, ഒരു വിഷയമില്ല. അത് കഴിഞ്ഞിട്ട് ആൾ ഓരോ മാസം കൂടുമ്പോൾ മെസ്സേജ്, അറബിയിലാണ് മെസ്സേജ്. എനിക്ക് അറബി വല്ലതും കേട്ടല്ല, ഒരു വോയിസ് മെസ്സേജ് ആണ്. നമുക്കൊരു ട്രാൻസ്ലേറ്റർ ഉണ്ടാവും OP-യിൽ. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ട്രാൻസ്ലേറ്റർക്ക് മെസ്സേജ് അയക്കുന്നില്ല, ആൾ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ ആള് പിന്നെ റിവ്യൂവിനൊക്കെ 1-2 വർഷം കഴിഞ്ഞു. അപ്പം ആൾ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ക്വാളിറ്റി ലൈഫ്. ആൾ പുറത്തൊക്കെ പോകും, കല്യാണത്തിനൊക്കെ പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്. അപ്പം അത് ചില റിസ്ക് നമ്മൾ എടുക്കണം, ചില റിസ്ക് പേഷ്യൻ്റ് എടുക്കേണ്ടി വരും.